നിങ്ങളാണോ ഗോവിന്ദൻകുട്ടി? ആണെങ്കിൽ ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഓ, സംസാരിച്ചോളൂ. മാനേജർ സാറിന് സ്ത്രീകളോട് പൊതുവെ പുച്ഛമാണെന്ന് കേട്ടു. പുച്ഛമോ? എനിക്കോ? സ്ത്രീകളോട് എനിക്ക് എന്നും ബഹുമാനമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയെയാണ്, എന്റെ അമ്മയെ. അമ്മ പ്രേമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നുണ്ടെന്ന് ഒരു ആക്ഷേപമുണ്ടല്ലോ. അതാർക്കാണാവോ? നിരോഷയോട് ഇയാൾക്ക് എന്താ പ്രശ്നം? ഓ, അപ്പൊ അതാണ് കാര്യം. വക്കാലത്ത് കയ്യിലുണ്ട്. അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടാണോ താൻ? നോക്കൂ, നിരോഷയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അവൾക്ക് മേലധികാരികളോട് പരാതിപ്പെടാം. ഇനി അതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം ഞാൻ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാണാവോ? സ്ത്രീ സമത്വ വേദി എന്നുള്ള പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ താൻ? അതിന്റെ പ്രവർത്തകരാ ഞങ്ങള്. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജരാണ്. എന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണ്ടേ നിങ്ങൾ അകത്തോട്ട് കയറി വരാൻ? ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്റെ പൊന്നു പെങ്ങളെ, ആദ്യം മാന്യമായി പെരുമാറാൻ പഠിക്ക്. പിന്നെ മര്യാദയ്ക്കൊക്കെ തുണി ചുറ്റാനും പഠിക്കും. രൂപം കൊണ്ട് മാത്രം ഒരുത്തിയും സ്ത്രീ ആവുന്നില്ല, ആരും ബഹുമാനിക്കാനും പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച സ്ഥിതിക്ക് ഇനി സ്ഥലം വിട്ടാട്ടെ. സ്ഥലം വിടാനോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ജയരാമോ, ഇങ്ങ് വാങ്ങുവാ. ആ ബലരാമനെ കൂടെ വിളിച്ചോ. എന്താ സാർ? ആ ജയരാമ, ഈ കൊച്ചമ്മമാര് നമ്മുടെ ബാങ്കിൽ നിന്ന് പെട്ടി ഓട്ടോക്ക് ലോൺ എടുക്കാൻ വേണ്ടി വന്നവരാ. നീ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ID പ്രൂഫിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി 1, മിനിമം ഡിപ്പോസിറ്റ് 1000 ഉറുപ്യ, പിന്നെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് മേക്കപ്പ് ഇടാണ്. ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ അത് ആണുങ്ങളോട് വേണ്ട കേട്ടോടി. ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇറങ്ങാണ്. ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ പിന്നെന്താ നോക്കുന്നത്? പോകരുത്. ഓട്. ഇതെന്താ കഥ? മഞ്ജു, കണ്ടോ അമ്മേ, ഇന്നും ചേമ്പും ചേനയും തന്നെയാ. എവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ മേടിക്കുന്ന കടയിൽ ഇത് മാത്രമേ ഉള്ളൂടാ. ഏയ്, കടയിൽ എല്ലാ ഐറ്റവും ഉണ്ട്. പക്ഷേ എനിക്കിതൊക്കെ വാങ്ങിക്കാനേ പറ്റൂ. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു ഉയരുകയാണ്. ഇനി എത്ര വില കൂടിയാലും ആളുകൾ അതൊക്കെ പോയി വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ വില കുറയും? നിന്റെ ഈ കാഴ്ചപ്പാട് സിദ്ധാന്തം കാരണം വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ച കാലം മറന്നു. അപ്പുവിന്റെ സങ്കടം കാണുമ്പോഴാ. അമ്മ പറയുന്നത് കേട്ടാ തോന്നും എനിക്കിതിൽ ഒരു വിഷമമില്ലാന്ന്. ഇതൊരു സഹന സമരമാണ്. ഇവിടെ സെന്റിമെന്റ്സിന് ഒരു സ്ഥാനമില്ല. പിന്നെ നീ ക്യാബേജും തക്കാളിയും വാങ്ങിക്കാത്ത വിവരം അപ്പോഴേ ഇന്റർനെറ്റ് വഴി അറിയും. ആ നിമിഷം അയാള് വിലയും കുറയ്ക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഈ പെങ്കൊച്ച് കുടുംബത്തിൽ പിറന്നായതുകൊണ്ട് നിനക്ക് കൊള്ളാം. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ഈ ചേന എടുത്തതിന്റെ മുഖത്തെറിഞ്ഞേനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. ആ, മോളൊരു കാര്യം ചെയ്യും. ഈ ചേനയും ചേമ്പും പിന്നെ അവന്റെ കാഴ്ചപ്പാടും കൂടെ സമാസമം ചേർത്ത് ഒരു കാഴ്ചപ്പാട് കൊണ്ടാട്ടം ഉണ്ടാക്കി അവൻ അങ്ങോട്ട് വിളമ്പി കൊടുക്ക. സ്വന്തം മക്കളെ പുച്ഛിച്ച് സംസാരിക്കുന്നത് ഒരമ്മയ്ക്ക് നല്ലതല്ല. ഞാൻ ഒരാണിന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തുടങ്ങി. കുടുംബം നോക്കുന്നത് എങ്ങനെയാണെന്ന് നീ നിന്റെ അച്ഛനെ കണ്ടുപഠിക്ക. പറയുമ്പോൾ അച്ഛനെവിടെ? മീൻ വാങ്ങാൻ ചന്തേ പോയിരിക്ക. കാരണം ഒരു സൗകര്യത്തിലാണല്ലോ. 30 ഉറുപ്പിക മീൻ വാങ്ങിക്കാൻ 50 ഉറുപ്പിക ഓട്ടോ. എന്താന്നത്? ഇതെന്തോന്ന്? മീൻ. ഇത് മീനാന്ന് എനിക്ക് മനസ്സിലായി. മറ്റതെന്ത്? മരുന്ന്. അതിനിവിടെ ആർക്കും അസുഖമൊന്നും ഇല്ലല്ലോ. ഗ്യാസ്. 8 മണിയായില്ല. അതിനു മുമ്പേ പഠിത്തം നിർത്തി. എടാ, അച്ഛനൊക്കെ പഠിക്കുന്ന സമയത്ത് 10-12 മണി വരെ ഇരുന്ന് പഠിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ കളക്ടറായ ഒരു സാധാരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനല്ലേ? അപ്പൊ 8 മണി വരെ പഠിച്ചിരുന്നെങ്കിലാ കൂടി പോയ ഒരു പ്യൂൺ. നീ പ്യൂണാവാതിരിക്കാനാണ് ഈ പറയുന്നത്. എടാ, മക്കൾ അച്ഛനേക്കാ വലിയവരായി കാണണമെന്നാണ് ഏതൊരു അച്ഛന്റെ ആഗ്രഹം. അതെ അതെ, പെരുന്തച്ഛന്റെ കഥ ഞാൻ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. എന്ത്? ടോപ്പിന്നുള്ളിൽ ഡ്രോപ്പ് ചെയ്തത് കൃത്യം മഞ്ഞപ്പടലിൽ തന്നെ. മോം ക്ലോസ്. എന്റെ അച്ഛനെ ഞാനൊരു കൊലയാളി ആക്കൂല അച്ഛാ. അച്ഛനെക്കാട്ടി വലുതാവണ്ട എനിക്ക്. എന്താ ബഹുമാനം?
ലക്ഷ്മി ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അതരിഷ്ടം. അച്ഛാ, ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടിയ പോലെ ചുമന്നത്. ഇന്നലെ രാത്രി ചുമച്ചിട്ടേ ഇല്ല. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നത്. ഇത് വെറും വയറ്റിൽ എങ്ങനെ? നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അപ്പൊ അവന് കഴിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മേ. ഇങ്ങോട്ട് താ. എന്താണാവോ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്തഞ്ഞിട്ടായിരിക്കും. ആഹാ, സൂപ്പർ. കള്ളനോ? കള്ളനോ? ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടിൽ വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലിനോ? അതാരാ? ആ സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പൊക്ക്. കിളിയാകും. കുറഞ്ഞോ? എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? പഴയ റൂട്ട് തന്നെ. ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷെ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പടി. ഞാൻ 6 പാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ഡലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്കാ ജ്യൂസ്. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിംഗ്? എന്താ കുഴപ്പമെന്നോ? എര വിഴിഞ്ഞ് മുലമ്പാമ്പിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിക്കല്ലേ. പാഴയ്ക്ക. ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി 2 ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉരുട്ടി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉരുട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം ഒന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്കുക ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ. ഞാൻ സഹിച്ചുന്നേ.